നമസ്കാരം, തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട്. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, ആന്റിക് ആൻഡ് തുർക്കിഷ്, ഡയമണ്ട്, റോസ് ഗോൾഡ്, പ്ലാറ്റിനം കളക്ഷൻ, കേരള മോഡൽ, ട്രഡീഷണൽ, ബോംബെ, കൽക്കത്ത ആഭരണങ്ങളുടെ സ്പെഷ്യൽ കളക്ഷൻ, അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, വിവാഹ പർച്ചേസിന് പ്രത്യേക ആനുകൂല്യം. ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട്. ഫോൺ 049224629169 9037917916. മക്കയിൽ പിതാവിന്റെ കബറടക്കം പൂർത്തിയാക്കി കുവൈത്തിലേക്ക് കുടുംബസമേതം മടങ്ങുന്നതിനിടെ മകൻ വാഹനാപകടത്തിൽ മരിച്ചു. ഹജ്ജിനിടെ കാണാതായ ശേഷം മരിച്ച നിലയിൽ കണ്ടെത്തിയ മലപ്പുറം വാഴയൂർ തിരുത്തിയാട് സ്വദേശി മണ്ണിൽ കടവത്ത് മുഹമ്മദ് മാസ്റ്ററുടെ കബറടക്കം കഴിഞ്ഞ് കുവൈത്തിലേക്ക് തിരിച്ച മകൻ റിയാസാണ് വാഹനാപകടത്തിൽ മരിച്ചത്. തായിഫിന് 100 കിലോമീറ്റർ അകലെ റിദ്വാനിലാണ് വാഹനാപകടം ഉണ്ടായത്. ഭാര്യയ്ക്കും മക്കൾക്കും പരിക്കേറ്റു. ഇന്നലെ വൈകിട്ടാണ് അപകടം. കഴിഞ്ഞ ദിവസമാണ് റിയാസ് ഉപ്പയുടെ മയ്യത്ത് മറവ് ചെയ്യുന്നതിനായി കുവൈത്തിൽ നിന്ന് മക്കയിലേക്ക് എത്തിയത്. വിവരമറിഞ്ഞ സഹോദരൻ സൽമാൻ അപകട സ്ഥലത്തേക്ക് തിരിച്ചതായി KMCC നേതാവ് മുജീബ് പൂക്കോട്ടൂർ അറിയിച്ചു. കുവൈത്തിലുള്ള മകൻ റിയാസ് 3 മക്കളും ഭാര്യയും അനുജൻ സൽമാനും ഭാര്യയും മക്കളുമാണ് മക്കയിൽ എത്തിയത്. ഹജ്ജ് കമ്മിറ്റി മുഖേന മെയ് 22-നാണ് മണ്ണിൽ കടവത്ത് മുഹമ്മദ് ഭാര്യ മറിയാം ബീവിയോടൊപ്പം ഹജ്ജിന് പുറപ്പെട്ടത്. ജൂൺ 15-ന് മുഹമ്മദിനെ മുസ്തലിഫയിലേക്കുള്ള യാത്രയ്ക്കിടെ കാണാതായി. ഭാര്യയും മലയാളി സന്നദ്ധ പ്രവർത്തകരടക്കം നിരവധി പേർ ഒട്ടേറെ സ്ഥലങ്ങളിൽ മുഹമ്മദിനെ തിരഞ്ഞെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. ഏതാനും ദിവസം മുമ്പ് ഭാര്യ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. കുവൈത്തിലുള്ള മകൻ സൽമാനും റിയാസും കുടുംബസമേതമാണ് കഴിഞ്ഞ ദിവസം മക്കയിൽ എത്തിയത്. മുഹമ്മദിന്റെ മൃതദേഹം കണ്ടെത്തിയതായി മക്ക പോലീസാണ് ഇന്ത്യൻ എംബസി അധികൃതരെ അറിയിച്ചത്. എംബസി ഈ വിവരം കുടുംബത്തിന് കൈമാറുകയായിരുന്നു. എംബസിയുടെ ഭാഗത്തു നിന്ന് വലിയ സഹകരണമാണ് ലഭിച്ചതെന്ന് മകൻ പറഞ്ഞിരുന്നു. പിതാവിനെ കാണാതായതു മുതൽ കൂടെ നിൽക്കുകയും തെരച്ചിലിന് നേതൃത്വം നൽകുകയും ചെയ്തവർക്കെല്ലാം സൽമാൻ നന്ദിയും പറഞ്ഞു. മക്ക പോലീസ് അധികാരികൾ, ഹജ്ജ് കൗൺസിൽ മുഹമ്മദ് അബ്ദുൽ ജലീൽ, മക്കയിലെ പൊതുപ്രവർത്തകരും സംഘടനകളും കാര്യമായി സഹായിച്ചുവെന്നും സൽമാൻ പറഞ്ഞു. മൃതദേഹം തിരിച്ചറിയാൻ കുവൈത്തിലുള്ള മകൻ റിയാസ് 3 മക്കളും ഭാര്യയും അനുജൻ സൽമാനും ഭാര്യയും മക്കളുമായാണ് കഴിഞ്ഞ ദിവസം മക്കയിൽ എത്തിയത്. മുഹമ്മദിന്റെ ഖബറടക്ക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നലെ മഗ്രിബിന് ശേഷം ഹറമിൽ മയ്യത്ത് നമസ്കരിച്ചു. ജന്നത്തിൽ മുഅല്ലയിൽ ഖബറടക്കി മടങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കോഴിക്കോട് കായലം സ്കൂൾ റിട്ടയർഡ് അധ്യാപകനായിരുന്നു മുഹമ്മദ്. പ്രസീന റിയാസാണ് റിയാസിന്റെ ഭാര്യ. ലിയാന ആമിൻ റമദാൻ, റിയോൺ റമദാൻ, യസിയോണ മറിയം റമദാൻ എന്നിവരാണ് മക്കൾ. യാസർ അറഫാത്ത്, അനസ് സൽമാൻ എന്നിവരാണ് സഹോദരങ്ങൾ. ന്യൂസ് ഡെസ്ക് തിരുരങ്ങാടി ടുഡേ.